എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷ വർഷത്തിൽ 2 തവണ നടക്കുന്ന പരീക്ഷയാണ്. കഴിഞ്ഞ വർഷം ഇതിന്റെ ചരിത്രപരമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും അപേക്ഷിക്കാന്നുള്ള ഒരു തീരുമാനം വന്നു. അത് കാരണം ഒരുപാട് അപേക്ഷകൾ വന്നിരുന്നു. ഇത്തവണത്തെ പരീക്ഷ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ പരീക്ഷ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. 2022 ആദ്യത്തെ NDA പരീക്ഷ. ഏപ്രിൽ 10 നടക്കുന്ന പരീക്ഷയ്ക്ക് അപേക്ഷ ഡിസംബർ 22 NDA അതിന്റെ UPSC പുറത്തുവിടും. NDA ഡിസംബർ 22 മുതൽ നിങ്ങൾക്ക് അപേക്ഷിച്ച് തുടങ്ങാം. ഇന്ന് ആ അപേക്ഷയെക്കുറിച്ചും NDA കുറിച്ചും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഡിഫൻസ് ആസ്പിരന്റ് ആയിട്ടുള്ള വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു ഡിഫൻസ് പരീക്ഷയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷ. അതുപോലെ തന്നെ UPSC പരീക്ഷയും ജീവിതത്തിലെ ആദ്യത്തെ UPSC പരീക്ഷയും NDA തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കേണ്ട ഒരു പരീക്ഷയാണ്. നമുക്ക് NDA പരീക്ഷ വഴി ഒരു സെലക്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 3 വർഷത്തെ NDA പഠനവും അതിനുശേഷം അതത് ഫോഴ്സസിന്റെ അക്കാഡമികളിലുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിന് ശേഷം കമ്മീഷൻ ഓഫീസറായിട്ട് സേനയിലുള്ള പ്രവേശനമാണ്. അതായത് നമുക്കൊരു പഠനവും അതിനുശേഷമുള്ള ഒരു ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോലിയുമാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ട്രൈ സർവീസ് ഓർഗനൈസേഷൻ ആണ്. ആർമി, നേവി, എയർഫോഴ്സിലേക്കും പോകുന്ന കുട്ടികൾക്ക് NDA പരീക്ഷ എഴുതാം. NDA പരീക്ഷ എന്ന് പറഞ്ഞാൽ NDA നേവൽ അക്കാദമി പരീക്ഷയാണ്. കാരണം അതിൽ 30ഓളം സീറ്റുകൾ നേവൽ അക്കാദമിയിലേക്ക് മാത്രം വേക്കൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഓരോ വർഷവും 400ഉം 430ഉം ഒക്കെ സീറ്റുകളാണ് ഈ പരീക്ഷയിലൂടെ ഫിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഫോഴ്സസിന് അവരുടെ ട്രെയിനീസിന് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഓഫീസേഴ്സ്, ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഓഫീസേഴ്സ്, ഏറ്റവും ഇന്ത്യയുടെ ഫോഴ്സസിനെ കമാൻഡ് ചെയ്ത ഓഫീസേഴ്സ് ഒക്കെ തന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ അലൂമിനൈസ് ആണ്. നമുക്ക് കുറച്ച് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വിട്ടുപോയി കഴിഞ്ഞ വീരമൃത്യു വരിച്ച ജനറൽ ബിപിൻ റാവത്ത്, അദ്ദേഹം NDAയിൽ അലൂമിനൈ ആയിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം 10870 എന്ന അക്കാഡമി നമ്പറിൽ. നിങ്ങളിപ്പോൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അക്കാഡമി നമ്പർ ഉണ്ടാവും. നിങ്ങളുടെ റാങ്ക് ജെന്റിൽമാൻ കാഡറ്റ് ആയിരിക്കും. നിങ്ങൾ ലഫ്റ്റനന്റ് ആകുന്നത് വരെ നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് GC അല്ലെങ്കിൽ LC. ലേഡി കാഡറ്റ് ആണെങ്കിൽ LC എന്നായിരിക്കും. അപ്പം അക്കാഡമിയിൽ 53ാമത്തെ കോഴ്സിലാണ് ഇപ്പം ബിപിൻ റാവത്ത് പഠിച്ചിരുന്നത്. അദ്ദേഹം കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റായ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് വരെ എത്തുകയും ചെയ്തു. ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് എന്നാൽ ആർമി, നേവി, എയർഫോഴ്സ് ഈ 3ഉം ചേർന്നതാണ്. പലപ്പോഴും യുദ്ധത്തിൽ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 ഫോഴ്സസിന്റെയും ഒരു കമ്പൈൻഡ് എഫേർട്ട് നമുക്കറിയാം. 1971 ഇന്ത്യ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള വാർ വിൻ ചെയ്ത അതിന്റെ 50ാം വാർഷികമാണ് ഇപ്പോൾ. അപ്പം അതിൽ ഈ 3 ഫോഴ്സും വളരെ സജീവമായിട്ട് പങ്കെടുത്തു. അപ്പൊ ഈ 3 ഫോഴ്സിന്റെയും ഒരു ഏകോപനം എന്നുള്ളത് ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സസിന്റെ ചിരകാല സ്വപ്നമായിരുന്നു. എത്രയോ വർഷമായിട്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന പദവി വേണമായിരുന്നു. അതിലേക്ക് വന്ന ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ജനറൽ ബിപിൻ റാവത്ത് അദ്ദേഹമാണ്. അപ്പൊ നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹം NDAയുടെ അലൂമിനൈ ആയിരുന്നു. ആൻഡ് ഹി വാസ് ദ സോർഡ് ഓഫ് ഓണർ. അതായത് NDAക്ക് ശേഷം IMAയിൽ 1 വർഷത്തെ ട്രെയിനിങ് ഉണ്ട്. അതിൽ എല്ലാത്തിൻ്റെയും വെച്ചിട്ട് മെറിറ്റിൽ ഫസ്റ്റ് ആകുന്നവരാ നമ്മളിപ്പോൾ അക്കാഡമികളിലെല്ലാം തന്നെ സോർഡ് ഓഫ് ഓണർ കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട്. അദ്ദേഹം സോർഡ് ഓഫ് ഓണർ കിട്ടിയ ആളാണ്. മെറിറ്റിൽ ഫസ്റ്റ് വന്ന ആളാണ് ജനറൽ ബിപിൻ റാവത്ത്. ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയാം. അഡ്മിറൽ R ഹരികുമാർ നമ്മുടെ നാട്ടുകാരനാണ്, തിരുവനന്തപുരംകാരനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ തലപ്പത്തുള്ള ഇന്ത്യയുടെ നേവിയുടെ ചീഫാണ് അഡ്മിറൽ R ഹരികുമാർ. ഇദ്ദേഹവും NDAയുടെ 63ാമത്തെ ബാച്ചിലെ കാഡറ്റായിരുന്നു. അടുത്തത് ഞാൻ പറയാൻ പോകുന്ന ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
ഈ രണ്ട് ആൾക്കാരെ നിങ്ങളിപ്പോൾ അടുത്ത് പരിചയപ്പെട്ടതാണെങ്കിൽ കുറച്ച് മുന്നേ തന്നെ അറിയുന്ന ആളാണ് അന്ന് വിംഗ് കമാൻഡർ ആയിരുന്ന അഭിനന്ദൻ വർത്തമാൻ. ഇപ്പൊ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിട്ട് പ്രൊമോഷൻ ലഭിച്ചു. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഭിനന്ദൻ വർത്തമാൻ ഇന്ത്യയെ ആക്രമിക്കണ സമയത്ത് പാകിസ്ഥാൻ ഫ്ലൈറ്റിന് ബോർഡർ ക്രോസ് ചെയ്തിട്ട് പോവുകയും അറ്റാക്ക് ചെയ്യുകയും എന്താ പറയാ, അതിൻ്റെ അകത്ത് ഒരു ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് പാകിസ്ഥാൻ സൈഡിൽ പോവുകയും തിരിച്ചു വരികയും ചെയ്ത ധീരനായ പോരാളിയായിരുന്നു, എയർഫോഴ്സ് ഓഫീസറായിരുന്നു അഭിനന്ദൻ വർത്തമാൻ. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യയുടെ അന്ന് പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അമരേന്ദർ സിംഗ്, ക്യാപ്റ്റൻ അമരേന്ദർ സിംഗ് പറഞ്ഞു, പ്രധാനമന്ത്രിയോട് അന്ന് ട്വിറ്ററിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം അദ്ദേഹത്തെ, അല്ലെങ്കിൽ അതിർത്തിയിൽ നിന്ന് ഞാൻ റിസീവ് ചെയ്യാം, കാരണം ഐ വാസ് ഓൾസോ എൻ NDA കാഡറ്റ്. അപ്പം എൻ ഡി എയിലുള്ള കാഡറ്റുകളൊക്കെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രമുഖരായിട്ടുള്ള ഓഫീസേഴ്സ്, പിന്നീട് റിട്ടയർമെന്റിന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വലിയ നല്ല സിറ്റിസൺസ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചതിൽ മൂന്ന് സർവീസിലുള്ള ആൾക്കാരാണ്, ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. ഇവരൊക്കെ ചേർന്നതാണ്, ഇവരൊക്കെ വളർന്നു വന്ന അക്കാഡമിയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി. സോ +2 കാർക്കാണ് NDA പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. +2 കാർക്ക് ഏറ്റവും മികച്ച അവസരമാണ്. അവരുടെ +2 പഠനത്തോടൊപ്പം തന്നെ NDAക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള അവസരമുണ്ട്. +2ന് പഠിച്ച് ലാസ്റ്റ് 2 ചാൻസാണ്. +2 പഠിക്കുന്ന സമയത്ത് 2 ചാൻസ് നിങ്ങൾക്ക് കിട്ടും. ഒന്ന് സെപ്റ്റംബറിലുള്ള പരീക്ഷ, മറ്റൊന്ന് പിന്നീട് ഏപ്രിലുള്ള പരീക്ഷ. സെപ്റ്റംബറിലുള്ള പരീക്ഷ കഴിഞ്ഞ തവണ നവംബറിലാണ് നടന്നത്. അതിലാണ് ചരിത്രപരമായ തീരുമാനം ഉണ്ടായത്, പെൺകുട്ടികൾക്കും കൂടെ അപേക്ഷിക്കാൻ സാധിക്കും. ഒരു കാലത്ത് ഷോർട്ട് സർവീസ് കമ്മീഷൻ മാത്രമേ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പുതിയ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പെർമനന്റ് കമ്മീഷൻ പോലും പെൺകുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അത് വലിയൊരു മാറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പാണ്. പെൺകുട്ടികൾ ഒരുപാട് ചോദിക്കാറുണ്ട് അവർക്ക് എന്താണ് അവരുടെ ചാൻസ്. സോ യു ക്യാൻ ട്രൈ ഫോർ NDA. NDAയിൽ ആർക്കൊക്കെ അപേക്ഷ കൊടുക്കാൻ സാധിക്കും? NDAയിൽ +2 BHSC പഠിക്കുന്ന കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. സയൻസ് സ്ട്രീം ആയാലും, കമ്പ്യൂട്ടർ സയൻസ് ആയാലും, കൊമേഴ്സ് ആയാലും, ഹ്യൂമാനിറ്റീസ് ആയാലും, അതായത് സ്ട്രീമിനെ ബാധിക്കുന്നില്ല, എല്ലാവർക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും. ഇത് ഓരോ സ്ട്രീമുകാരുടെയും പ്രത്യേകത എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ എല്ലാ സ്ട്രീമുകാർക്കും അപേക്ഷ കൊടുക്കാം. +2 ആണ് അടിസ്ഥാന യോഗ്യത. +2 പാസ്സാവണമെന്നില്ല. നിങ്ങൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ പാസ്സായിട്ട് റിസൾട്ട് കാണിച്ചാൽ മതി. ഓക്കെ, അതിന് പ്രത്യേകിച്ച് പെർസെൻറ്റേജ് ഒന്നും അവർ പറയുന്നില്ല. വയസ്സ് 16 വയസ്സ് മുതൽ 19 വയസ്സ് വരെ, 16 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഈ വയസ്സ് കണക്കാക്കുന്നത് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള വയസ്സാണ്. ഓക്കെ, 19 എന്ന് പറയുന്ന മാക്സിമം വയസ്സ് നിങ്ങൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള വയസ്സാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വർഷത്തെ ഇപ്പൊ വരാൻ പോകുന്ന, അതായത് ഏപ്രിൽ 10-ാം തീയതി നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏജിന്റെ കാറ്റഗറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 2-ാം തീയതി 2003-നും ജൂലൈ 1-ാം തീയതി 2006-നും ഇടയിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇതിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഏജ് ക്രൈറ്റീരിയ. നെക്സ്റ്റ് ഈസ് കോഴ്സസ്. അതായത് നിങ്ങൾ NDAയിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടെ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായ ബിപിൻ റാവത്ത്, ജനറൽ ബിപിൻ റാവത്ത് അവർ പഠിച്ചിരിക്കുന്നത് BSc കോഴ്സായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അവിടെ ബാച്ചലർ ഓഫ് സയൻസ് പഠിക്കാം, അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ആർട്സ് BA പഠിക്കാം, അല്ലെങ്കിൽ BTech പഠിക്കാം. ഈ 3 കോഴ്സുകളാണ് നിങ്ങൾക്ക് NDAയിലുള്ളത്. മോഡ് ഓഫ് സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഇവരുടെ സെലക്ഷൻ പ്രോസസ്? ഡിഫൻസ് പരീക്ഷകൾക്കൊക്കെ തന്നെ 3 ടയർ പ്രോസസ്സാണ്. റിട്ടൺ എക്സാമിനേഷൻ ആൻഡ് സർവീസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ ആൻഡ് ദ തേർഡ് വൺ മെഡിക്കൽ ടെസ്റ്റ്. ഈ ഒരുവിധം ജനറൽ ആയിട്ടുള്ള ഡിഫൻസ് ഫോഴ്സസിന്റെ പരീക്ഷകളൊക്കെ തന്നെ ഇങ്ങനെയാണ് സെലക്ഷൻ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിനേഷൻ ആണ്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് NDA പരീക്ഷ ഒരു UPSC പരീക്ഷയാണ്. ഇത് ഡിഫൻസ് ഫോഴ്സസ് നടത്തുന്ന പരീക്ഷയല്ല, ഇത് UPSC നടത്തുന്ന പരീക്ഷയാണ്, എഴുത്ത് പരീക്ഷ. അപ്പോൾ അതിൻ്റെതായ സീരിയസ്നെസ് നമുക്ക് ഉണ്ട്. കാരണം ഇന്ത്യയിലുള്ള ക്ലാസ് A ഗസറ്റഡ് ഓഫീസേഴ്സിനെ ഒക്കെ നിയമിക്കുന്നത് UPSC പരീക്ഷയിലൂടെയാണ്.
അപ്പം UPSC പരീക്ഷ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അതിനകത്ത് നിങ്ങൾ കണ്ട രണ്ടാമത്തെ SSB ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിലെ ഓഫീസർ ആവണമെങ്കിൽ സർവീസ് സെലക്ഷൻ ബോർഡ് ക്ലിയർ ചെയ്യണം. ഇന്ത്യയിൽ വിവിധ സ്ഥലത്ത് ഇതിന്റെ ബോർഡുകളുണ്ട്. ഇപ്പോൾ ആർമിക്കാണെങ്കിൽ ബാംഗ്ലൂർ, അലഹബാദ്, ഭോപ്പാൽ, കപ്പൂർത്തല, നേവിക്ക് കോയമ്പത്തൂർ, വിശാഖപട്ടണം, ബാംഗ്ലൂർ, ഭോപ്പാലിലൊക്കെ ഇതിന്റെ സെലക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. എയർഫോഴ്സിന് മൈസൂരിൽ, വാരാണസിയിലൊക്കെ ഇതിന്റെ സെലക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. അതത് ഓരോ ഏത് ഇതിലാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതത് സെലക്ഷൻ സെന്ററിലേക്ക് നിങ്ങളെ വിളിക്കുകയും നിങ്ങൾക്ക് സർവീസ് സെലക്ഷൻ ബോർഡ് 5 ദിവസത്തെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഇന്റർവ്യൂ നടക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളത് അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ അസസർ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബോർഡ് ഓഫ് അസസേഴ്സ് ഇരുന്നുകൊണ്ടുള്ള ഇന്റർവ്യൂ ആണ്. നേരെ മറിച്ച് സർവീസ് സെലക്ഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന കുറെ ആക്ടിവിറ്റികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെയധികം അവര് വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിലെ ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സർവീസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ. ദാറ്റ് ഈസ് സെക്കൻഡ്, രണ്ടാമത്തെ കടമ്പയാണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് മെഡിക്കൽ ടെസ്റ്റ്. നമുക്കറിയാം ഇന്ത്യൻ ഫോഴ്സസിൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാരെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെർഫെക്റ്റ് നിങ്ങൾ ഷേപ്പ് 1 ആണോ എന്നുള്ള ചെക്ക് ചെയ്യും. 5 ദിവസം വീണ്ടും സർവീസ് സെലക്ഷൻ ബോർഡ് ക്ലിയർ ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും 5 ദിവസം സെൻട്രലിൽ തന്നെ ഉണ്ടാവും. അടുത്തുള്ള മെഡിക്കൽ ബോർഡിൽ നിങ്ങൾ ഹാജരാകുകയും അവിടുത്തെ 5 ദിവസത്തെ ടെസ്റ്റ് കഴിയുകയും നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങളെ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളെ സെലക്ഷൻ ചെയ്യുകയുള്ളൂ. ഓക്കെ, ദിസ് ഈസ് ദ സെലക്ഷൻ മോഡ് ആൻഡ് ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റ്. ഈ സെലക്ഷൻ കിട്ടുന്ന എല്ലാവർക്കും ചിലപ്പം വേക്കൻസി കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വേക്കൻസിക്ക് അനുസരിച്ച് കുട്ടികളെ സെലക്ട് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദ സെലക്ഷൻ മോഡ്. ആൻഡ് ദ തേർഡ് വൺ, നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് സെന്റേഴ്സ് ഉള്ളത്? കേരളത്തിൽ 3 സെന്റേഴ്സ് ആണ്, കൊച്ചി, ട്രിവാൻഡ്രം ആൻഡ് കാലിക്കറ്റ്. വർഷത്തിൽ 2 തവണ നടക്കുന്ന പരീക്ഷയാണ്, ഞാനത് ഓൾറെഡി പറഞ്ഞു. അപ്പം ഈ പരീക്ഷ ഇത്രയും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട പരീക്ഷ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ടത്? UPSC പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ പറയാം, ഇതിനൊരു നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയാണ്. മറ്റുള്ള പരീക്ഷ പോലെയല്ല, ഇതിനൊരു നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയാണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യണം. ഈ വർഷത്തെ പരീക്ഷ അവർ കൊടുത്തിട്ടുള്ളത് 22/12/2021. ഈ ഡിസംബർ 22-ന് അതിൻ്റെ അപേക്ഷ വിളിക്കും. ഓക്കെ, സാധാരണ UPSC അവരുടെ പരീക്ഷയെ കുറിച്ചുള്ള കലണ്ടർ പുറത്തുവിടാറുണ്ട്. ഇപ്പോൾ പുറത്തുവിട്ട കലണ്ടർ പ്രകാരമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എക്സാമിൻ്റെ ഡേറ്റ് ഏപ്രിൽ 10-ാം തീയതി. ഇത് NDA ആണ്, നാഷണൽ ഡിഫൻസ് അക്കാഡമി ആണ്. യു ക്യാൻ സി ദിസ് ഇസ് IMA. NDAയിൽ 3 വർഷത്തെ പഠനത്തിന് ശേഷം ആർമി സെലക്ട് ചെയ്ത കുട്ടികൾ IMAയിൽ പോകും. എയർഫോഴ്സ് ആണ് സെലക്ട് ചെയ്തതെങ്കിൽ എയർഫോഴ്സ് അക്കാഡമിയിൽ പോകും. ബാക്കിയുള്ള ട്രെയിനിങ് 1 വർഷത്തെ ട്രെയിനിങ് അവിടെ വെച്ചായിരിക്കും. ആൻഡ് നേവി ആണ് സെലക്ട് ചെയ്തതെങ്കിൽ ഇന്ത്യൻ നേവൽ അക്കാഡമി. അതുപോലെ തന്നെ നിങ്ങൾ നേവിയാണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് നേവൽ അക്കാഡമിയിൽ ഡയറക്റ്റ് പോകാനുള്ള അവസരമുണ്ട്, NDAയിൽ അല്ലാതെ. കാരണം നമ്മുടെ എക്സാമിനേഷൻ നാഷണൽ ഡിഫൻസ് അക്കാഡമി നേവൽ അക്കാഡമി എക്സാമിനേഷനാണ്. ഓക്കെ, സോ നേവൽ അക്കാഡമിയിൽ 30 സീറ്റാണ് ഉള്ളത്. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കും, ഓപ്ഷനനുസരിച്ച്. സോ ഇതിന് അപേക്ഷ കൊടുക്കാൻ upsconline.nic.in ആപ്ലിക്കേഷൻ ഫീസ് ഗേൾസിനില്ല, ആൺകുട്ടികൾക്ക് മാത്രമേ ഫീസ് ഉള്ളൂ, പെൺകുട്ടികൾക്ക് ഫീസ് ഒന്നും അടക്കേണ്ടതില്ല. സോ ദിസ് ഈസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈറ്റിൽ പോയിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ്. പരീക്ഷയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പരീക്ഷ ഒരു ദിവസത്തെ പരീക്ഷയാണ്, 2 സെഷനായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ പരീക്ഷ മാത്തമെറ്റിക്സ്, രണ്ടാമത്തെ പരീക്ഷ ജനറൽ എബിലിറ്റി ടെസ്റ്റ്. മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത് 120 ക്വസ്റ്റ്യൻ ഉള്ള പരീക്ഷയാണ്. ഒരു ക്വസ്റ്റ്യന് 2.5 മാർക്ക്. അങ്ങനെയാണെങ്കിൽ 120 ക്വസ്റ്റ്യനിൽ 300 മാർക്കാണ് മോർണിംഗിലെ പരീക്ഷ മാത്സിന്. ആൻഡ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ ജനറൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. ഇതൊരു എന്താ പറയുക, കൂടുതൽ സബ്ജക്റ്റുകളുള്ള പരീക്ഷയാണ്. ഇത് 600 മാർക്കിനുള്ള പരീക്ഷയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഇംഗ്ലീഷാണ്.
ഇംഗ്ലീഷിൽ 50 ക്വസ്റ്റ്യൻസ്, 50 ക്വസ്റ്റ്യൻസ് ആൻഡ് 200 മാർക്സ്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക്. നേരത്തെ നമ്മൾ 2.5 മാർക്കായിരുന്നു പറഞ്ഞത്, ഇവിടെ 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക്. ഇംഗ്ലീഷിന് 50 ക്വസ്റ്റ്യൻ, 4 മാർക്ക്, 200 മാർക്ക് ടോട്ടൽ. ഇനി പാർട്ട് എയിൽ ഇംഗ്ലീഷ് ആണ്. പാർട്ട് ബിയിൽ കുറച്ച് സെക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് സെക്ഷൻ ഈസ് ഫിസിക്സ്. ഫിസിക്സിൽ 100 മാർക്കിന്റെ, അതായത് 25 ക്വസ്റ്റ്യൻ, 100 മാർക്ക്. സെക്ഷൻ ബിയിൽ കെമിസ്ട്രി, മാർക്സ് 60. 15 ക്വസ്റ്റ്യൻ, 60 മാർക്ക്. ജനറൽ സയൻസ് മാർക്സ് 40, ദാറ്റ് ഈസ് 10 ക്വസ്റ്റ്യൻസ്, 40 മാർക്സ്. ജനറൽ സയൻസിലാണ് ബയോളജി ഒക്കെ ചോദിക്കുന്നത്. ആൻഡ് സെക്ഷൻ ഡി ഹിസ്റ്ററി, ഫ്രീഡം മൂവ്മെന്റ് എക്സെട്ര, മാർക്സ് 80. അവിടെ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് സെക്ഷൻ ഇ ഈസ് ജിയോഗ്രഫി, അഗൈൻ 80 മാർക്സ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കറണ്ട് ഇവന്റ്സ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ്, മാർക്സ് 40. ഇതൊക്കെ ചേർന്നിട്ട് 600 മാർക്ക്. ഓക്കെ, സോ ഇത് 2.5 മണിക്കൂറിന്റെ പരീക്ഷയാണ്. മോർണിംഗിലായാലും ഈവനിങ്ങിലായാലും ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിലായാലും 2.5 മണിക്കൂർ, അതായത് മൊത്തത്തിൽ 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ്. ഒരു ദിവസം എടുക്കുന്ന പരീക്ഷയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷ. സോ സാധാരണഗതിയിൽ കാണുന്നത് കുട്ടികൾ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷയൊക്കെ കൊടുക്കാൻ എല്ലാവരും മുൻപന്തിയിലാണ്. പക്ഷേ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അവർ എത്രത്തോളം നടത്തുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ടാണ് ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഈ പരീക്ഷ ക്ലിയർ ചെയ്യുകയും അവർ ഒരുപാട് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ കൊണ്ടാണ് അവർക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്. അവർ NDA കുറിച്ചും സർവീസ് സെലക്ഷൻ ബോർഡിനെ കുറിച്ചും മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ചും ഒക്കെ ഒരുപാട് നാൾക്ക് മുന്നേ തന്നെ അവെയർ ആണ് അവർ. സോ അതാണ് ഒരു കാര്യം. മാത്രമല്ല ഇതിന്റെ എങ്ങനെ ഒരു സ്ട്രാറ്റജിയോട് കൂടിയുള്ള പഠനം പലപ്പോഴും കുട്ടികൾ നടത്തുന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നമുക്ക് നോക്കാം ഓരോ വർഷവും ഇതിന് എത്ര മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ NDA പരീക്ഷ ക്ലിയർ ചെയ്യുന്നുള്ളത്. UPSC പരീക്ഷയ്ക്ക് 5 ലക്ഷം ആളുകളൊക്കെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അവർ ഇനീഷ്യലി ഒരു 5000 പേരെ ആണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഒരു കട്ട് ഓഫ് വെച്ചിട്ടാണ്. ഒരു കുറച്ച് വർഷത്തെ കട്ട് ഓഫുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലാവും. 2020 എക്സാം 1 355 കട്ട് ഓഫ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു 300 + 600 900 മാർക്കിന്റെ പരീക്ഷയിൽ 355 മാർക്ക് ലഭിച്ച ആൾക്ക് NDA പരീക്ഷ റിട്ടൺ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് 2020 രണ്ടാമത്തെ പരീക്ഷയിൽ അവിടെയും 355 മാർക്കായിരുന്നു കട്ട് ഓഫ് 2020 ആൻഡ് 2019 കട്ട് ഓഫ് 346 ആയിരുന്നു. ആൻഡ് 2019 ആദ്യത്തെ എക്സാമിന്റെ കട്ട് ഓഫ് 342 ആയിരുന്നു. ഇത് 346, 342. ആൻഡ് 2018 കട്ട് ഓഫ് 325 ആയിരുന്നു. 2025 തന്നെ മറ്റൊരു പരീക്ഷയിൽ 338 ആയിരുന്നു കട്ട് ഓഫ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിത്ത് അറ്റ്ലീസ്റ്റ് 25% മാർക്ക് ഇൻ ഈച്ച് സബ്ജക്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രാറ്റജിയിൽ നിങ്ങൾ സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന സമയത്ത് ഈ 2 വിഷയം പറഞ്ഞല്ലോ, മാത്സും അതുപോലെ തന്നെ ജനറൽ എബിലിറ്റി. 355 കട്ട് ഓഫ് എങ്കിൽ 355 രണ്ടും കൂടെ വാങ്ങിച്ചാൽ മതി. പക്ഷേ ഇൻഡിവിജ്വലി 75% മാർക്ക് വാങ്ങിക്കണം. 25% എങ്കിലും മാർക്ക് വാങ്ങിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് 355 നിങ്ങൾക്ക് ഉണ്ട്, മാത്സിന് 75% കുറവാണെങ്കിൽ, 75 മാർക്കിൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യില്ല. അതായത് 25%, 300ന്റെ 25% എന്ന് പറയുന്നത് 75 മാർക്കാണ്. അപ്പം മാത്സിൽ 75 മാർക്കെങ്കിലും വാങ്ങിക്കണം. ഇപ്പം മാത്സിൽ ഗുഡ് ആയിട്ടുള്ള ഒരാൾ മാത്സിൽ 200, 300 മാർക്ക് വാങ്ങിക്കുന്നു, GATയിൽ 150 മാർക്കെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ അയാൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. സോ ആ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കണം. സോ ഇതാണ് നിങ്ങളെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള ക്രൈറ്റീരിയ. ഈ വർഷത്തെ NDA പരീക്ഷയ്ക്കും അതുപോലെ തന്നെ അടുത്ത വർഷത്തെ NDA പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അക്കാഡമി ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കോവിഡ് കാലത്തൊട്ട് അക്കാഡമിയിലുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ ഓൺലൈൻ ക്ലാസ്സുകളാണ്. NDAയുടെ സിലബസ് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. NDA സിലബസിനെ ആസ്പദമാക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. ഏറ്റവും മികച്ച ടീച്ചേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ലഭിക്കുന്നത്. അതായത് ഒരു NDA പ്രിപ്പറേഷൻ നടത്തുന്ന സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് ഓൺലൈൻ ക്ലാസ്സുകൾ ഏറ്റവും മികച്ച അവസരമാണ്. പ്രിപ്പറേഷൻ
വീട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ നടത്താൻ സാധിക്കും. ഒരു ബുക്ക് പലപ്പോഴും നിങ്ങൾ NDA പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും പുസ്തകങ്ങളാണ് ചൂസ് ചെയ്യാറുള്ളത്. NDA പുസ്തകം നല്ലതാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമെങ്കിൽ, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുമെങ്കിൽ. നേരെ മറിച്ച് ഒരു ടീച്ചറിൻ്റെ ഹെൽപ്പ് ഇതുപോലെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷന് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. NDA പ്രിപ്പയർ ചെയ്യാതെ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പലപ്പോഴും ആദ്യത്തെ പരീക്ഷയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ എഴുതി വരുമെങ്കിലും ഈ കോമ്പറ്റീഷൻ നടക്കുന്ന 355 അല്ലെങ്കിൽ 360 മാർക്കുകളിലേക്ക് എത്താനുള്ള കുറച്ച് മാർക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സായെന്ന് വരാം. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിക്ക് വേണ്ടിയിട്ട് വേണ്ടത്. ഓക്കെ, സോ NDA 2 തരത്തിലാണ് നമ്മൾ ക്ലാസ്സസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം ഈ 2022 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ദാറ്റ് ഈസ് +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ടേം ബാച്ചാണ് നിങ്ങൾക്കുള്ളത്. യു വിൽ ഗെറ്റ് എ ഷോർട്ട് ടേം ബാച്ച്. ഓക്കെ, +2 സ്റ്റുഡൻസ് NDA ഷോർട്ട് ടേം കോച്ചിങ് 2022 ഏപ്രിലുള്ള NDA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഏപ്രിൽ 10 നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ടേം ബാച്ച്, ദാറ്റ് ഈസ് ഫോർ സെക്കൻഡ് ഇയേഴ്സ്. ഫസ്റ്റ് ഇയേഴ്സിന് കുറച്ചുകൂടെ സമയമുണ്ട്. നിങ്ങൾക്ക് ഈ NDAയിലുള്ള ഇപ്പോൾ സെക്കൻഡ് ഇയേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്കുള്ള ക്ലാസ്സസ് ഓരോ ദിവസവും ക്ലാസ്സുകൾ കാണാനുണ്ടാവും, അല്ലെങ്കിൽ ഹെക്ടിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. നേരെ മറിച്ച് കുറച്ച് ലീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കുറച്ച് ലൈറ്റ് ആയിട്ട് തന്നെ ഒരു 2 വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ, ഒരു ലോങ് ടേം ബാച്ച് കാർക്ക് നിങ്ങൾക്ക് +1 കാർക്ക് അപേക്ഷിക്കാം. അവർക്ക് വേണ്ടിയിട്ട് NDA ലോങ് ടേം കോച്ചിങ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഈ 2 ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വീഡിയോ ലെക്ചേഴ്സ് കാണാൻ സാധിക്കും. ഇത് ഏറ്റവും മികച്ച HD ക്വാളിറ്റിയിലുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടെ തന്നെ ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ സാധിക്കും. അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ ആണ് 8943901234. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കാഡമിയുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കുകയും ഡൗൺലോഡ് ചെയ്യുകയും ബാക്കി ക്ലാസ്സസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, സോ ദിസ് ഈസ് പ്രിപ്പറേഷൻ സൈഡ്. ആൻഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്നത് NDAൻ്റെ ഫാക്റ്റുകളാണ്. സോ ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ഓഫീസറായിട്ട് മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം ലഭിക്കട്ടെ. NDA പരീക്ഷ വിൻ ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളെല്ലാവരും നല്ല സീരിയസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇത്തരം വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ അമർത്താം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.